സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. കുഫാറുകൾ വിചാരിച്ചു പോകും, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ, ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായിരുന്നുവെങ്കിൽ എന്ന് നാളെ പരലോകത്തെത്തിയാൽ കുഫാറുകൾ വിചാരിച്ചു പോകും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ദർഹും, അവരെ നീ വിട്ടേക്കുക, യഅകുലൂ വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. അവർ തിന്നും ആസ്വദിച്ചും അതുപോലെ തന്നെ ദുനിയാവിൽ ദീർഘായുസ്സുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ വ്യാപൃതരായിക്കൊള്ളട്ടെ, അവർ വൈകാതെ തന്നെ അറിയുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള യാത്രയിൽ, പരലോകത്തേക്കുള്ള യാത്രയിൽ നമുക്ക് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൂലുൽ അമൽ, ദുനിയാവിലുള്ള അമിത പ്രതീക്ഷ, ദുനിയാവിലെ ദീർഘായുസ്സിലുള്ള അമിത പ്രതീക്ഷ. ദുനിയാവ് നമുക്ക് ഒരുപാടുണ്ട് എന്നുള്ള തോന്നൽ, അതിൽ തൃപ്തിപ്പെടൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മ ബിൽ യഖീൻ വസ്സുഹദ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ വിഭാഗം വിജയിച്ചത്, രക്ഷപ്പെട്ടത് യഖീൻ കൊണ്ടും സുഹദ് കൊണ്ടുമാണ്, അല്ലാഹുവിൽ ദൃഢമായ വിശ്വാസം കൊണ്ടും ദുനിയാവിനുള്ള വിരക്തി കൊണ്ടുമാണ്. വയഹ്ലികു ആഖിറുഹാ ബിൽ ബുഖ്ലി വൽ അമൽ. ഈ ഉമ്മത്തിലെ അവസാനത്തെ സമൂഹം നശിക്കാൻ പോകുന്നത് പിശുക്ക് കൊണ്ടും ദുനിയാവിലുള്ള അമിതമായ പ്രതീക്ഷകൾ കൊണ്ടുമാണെന്ന് പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഉപമയിലൂടെ ദുനിയാവിന്റെ അവസ്ഥ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, ഇന്നമാ മസലി വമസലുക്കും വമസലുദ് ദുനിയ. എന്റെയും നിങ്ങളുടെയും ദുനിയാവിന്റെ ഉപമ എന്നുള്ളത് കമസലി ഖൗമിൻ സലകൂ മഫാസത ഖബ്റഹ്. ഒരു കൂട്ടം ആളുകൾ അവർ വിജനമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഹത്താ ഇദാ ലം യദ്റൂ മാ സലകൂ മിൻഹാ അക്സർ ഔ മാ ബഖിയ. അവർക്കറിയില്ല ഞങ്ങൾ വന്നതാണോ ഇനി പോകാനുള്ളതാണോ കൂടുതൽ ദൂരമെന്ന് അവർക്കറിയുന്നില്ല. അൻഫദു അസ്സാദ വഹസറു ദഹ്റ വബഖൂ ബൈന ദഹ്റാനിൽ മഫാസ. അവരുടെ വിഭവങ്ങൾ തീർന്നു പോയിട്ടുണ്ട്, അവർക്ക് ക്ഷീണം ബാധിച്ചിട്ടുണ്ട്, അവരാ മരുഭൂമിയുടെ നടുവിൽ പെട്ടുപോയിരിക്കുകയാണ്. ലാ സാദ വലാ ഹമൂലത ഫഅയ്ഖനൂ ബിൽ ഹലക. അവർക്ക് വിഭവമില്ല, യാത്ര ചെയ്യാൻ സൗകര്യമില്ല, അവർക്ക് ഉറപ്പായി ഞങ്ങൾ മരിക്കും, ഞങ്ങൾ നശിക്കുമെന്ന്. ആ സമയത്ത് അവരൊരു വ്യക്തി വരുന്നത് കണ്ടു, നല്ല വസ്ത്രമണിഞ്ഞ് തലമുടിയിൽ നിന്ന് വെള്ളമുറ്റുന്ന അവസ്ഥയിൽ. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇന്ന ഹാദാ ഖരീബു അഹദിൻ ബിരീഫിൻ വമാ ജാഅഹും ഹാദാ ഇല്ലാ മിൻ ഖരീബ്. അതാ അടുത്ത് തന്നെ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഈ വ്യക്തി അടുത്തല്ലാതെ എടുത്തു നിന്നാണ് വരുന്നത്, ദൂരെ നിന്നല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തി അടുത്തെത്തിയപ്പോൾ ഇവരോട് ചോദിച്ചു, അലാമ അൻതും, നിങ്ങൾ എന്താ അവസ്ഥയിലാണ്? അപ്പൊ അവർ തിരിച്ചു പറഞ്ഞു, അലാമാ തറ, നീ കാണുന്ന ഇതേ അവസ്ഥയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ ആ വ്യക്തി അവരോട് ചോദിച്ചു, അറഅയ്തും ഇൻ ഹദൈതുകും ഇലാ മാഇൻ റുവാഇൻ വരിയാദിൻ ഖുദ്റിൻ മാ തഅമലൂൻ. ഞാൻ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളത്തിലേക്കും നല്ല പച്ചപ്പ് നിറഞ്ഞ തോട്ടത്തിലേക്കും വഴി കാണിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ലാ നഅസീക ശൈആ, ഒരു കാര്യത്തിലും നിന്നെ ഞങ്ങൾ എതിർക്കില്ല, നിനക്ക് അനുസരണക്കേട് കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഉഹൂദകും വമവാസിഖകും ബില്ലാഹ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ കരാർ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി കരാറ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവരാ കരാറ് ചെയ്തു. അങ്ങനെ ഈ വ്യക്തി അവർക്ക് ശുദ്ധമായ വെള്ളത്തിലേക്കും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ തോട്ടത്തിലേക്കും വഴി കാണിച്ചു. അവർ അവരുടെ അള്ളാഹു ഉദ്ദേശിച്ച കാലം അവിടെ തങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, യാ ഹൗലായ്, ഏ കൂട്ടരെ അർറഹീൽ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂട്ടർ ചോദിച്ചു, ഇലാ ഐന, എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി മറുപടി പറഞ്ഞു, ഇലാ മാഇൻ ലൈസ കമാഇകും വഇലാ റിയാദിൻ ലൈസത്കരിയാദികും. നിങ്ങൾ ഈ കണ്ടിട്ടില്ലാത്ത വെള്ളത്തിനേക്കാൾ ഉത്തമമായ, നിങ്ങൾ ഈ കണ്ട ഈ തോട്ടത്തിനേക്കാൾ ഉത്തമമായ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ധാരാളം ആളുകൾ തിരിച്ചു പറഞ്ഞു, വല്ലാഹി മാ വജദ്നാ ഹാദാ ഹത്താ വരന്നാ അന്നാ ലൻ നജിദഹ് വമാ നസ്നഉ ബിഐശിൻ ഖൈറിൻ മിൻ ഹാദാ. ഞങ്ങൾ ഇതിൽ എത്തുന്നത് വരെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇതുപോലൊരു സ്ഥലത്ത് എത്തുമെന്ന്. ഇതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലമോ അതുണ്ടാകുമോ? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ ചെറിയ കൂട്ടം ആളുകൾ ആ സമയത്ത് അവരോട് പറഞ്ഞു, അലം തുഅതു ഹാദാ റജുല ഉഹൂദകും വമവാസിഖകും ബില്ലാഹ് ഇല്ലാ തഅസൂ ശൈആ. നിങ്ങൾ കരാർ ചെയ്തതല്ലേ, ഒരു കാര്യത്തിലും ഈ വ്യക്തിയോട് നിങ്ങൾ ധിക്കരിക്കില്ല എന്ന് കരാർ ചെയ്തതല്ലേ. വഖദ് സദഖകും ഫീ അവ്വലി ഹദീസി, ആദ്യം പറഞ്ഞത് സത്യമായിട്ടുണ്ട്, ഈ വ്യക്തി ആദ്യം പറഞ്ഞത് സത്യമായിട്ടുണ്ട്. ഫവല്ലാഹി ലയസ്തഖന്നകും ഫീ ആഖിരിഹി, അവസാനം പറഞ്ഞത് സത്യമായിരിക്കും എന്ന് പറഞ്ഞ് കുറഞ്ഞ ആളുകൾ ആ വ്യക്തിയോടൊപ്പം പോയി. ബാക്കിയുള്ള ആളുകൾ അവിടെ തന്നെ തങ്ങി. ശത്രുക്കൾ വന്ന് ഈ ആളുകളെ ആക്രമിക്കുകയും ഒരുപാട് പേരെ കൊല്ലുകയും ബാക്കി പേര് തടവിലാക്കപ്പെടുകയും ചെയ്തു. ഇതുപോലെയാണ് ദുനിയാവിന്റെയും
അള്ളാഹുവിന്റെയും റസൂലിന്റെയും അതുപോലെ തന്നെ നമ്മുടെയും മുസ്ലിമീങ്ങളെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പരലോകമെന്ന യാഥാർത്ഥ്യം കൊണ്ട് ഹക്ക് കൊണ്ട് നമുക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്. ആ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് ദുനിയാവല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം എന്നാണ്. എന്നാൽ ആ റസൂലിനെ അംഗീകരിച്ച് വീണ്ടും ദുനിയാവിന്റെ ചിന്തയിൽ മുഴുകി അതിൽ തന്നെ മുഴുകിക്കിടന്ന് പരലോകത്തെ മറന്നു പോകുന്ന ആളുകളായിട്ട് നാം മാറരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പരലോകത്തേക്കുള്ള യാത്രയിൽ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ആ മാർഗം പിടികൂടുന്നവരായിരിക്കണം, ആ മാർഗത്തിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും ആകേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ നവാബിറുസ് സബീൽ, നീ ദുനിയാവിലാകേണ്ടത് ഒന്നെങ്കിൽ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. നിന്റെ കൽബ് ഒരു അടുത്ത ബന്ധം ഈ ദുനിയാവിനോട് നീ വെക്കരുത്. ദുനിയാവിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തിറങ്ങിയാൽ നാം എങ്ങനെയാണ് ആവുക, അതുപോലെ ഒരു ബന്ധം മാത്രമേ നീ ദുനിയാവിൽ ഉണ്ടാകാൻ പാടുകയുള്ളൂ നിന്റെ ഹൃദയത്തിൽ. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിറിസ് സബാഹ്, വൈകുന്നേരമായാൽ നീ രാവിലെ പ്രതീക്ഷിക്കരുത്. ഇന്നലെ വൈകുന്നേരത്ത് ജീവിച്ച എത്രയോ ആളുകൾ ഇന്ന് ദുനിയാവ് വിട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാഹ്, രാവിലെ ആയിക്കഴിഞ്ഞാൽ നീ വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കരുത്. സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിലായ നാം ഇന്ന് രാത്രിയാകുന്നത് വരെ ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. എന്നിട്ട് പറയുമായിരുന്നു, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ രോഗത്തിന് മുമ്പ് നീ നിന്റെ ആരോഗ്യത്തെ ഉപയോഗിച്ചു കൊള്ളുക, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ ഉപയോഗിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, ദുനിയാവിൽ ഉണ്ടാകുന്ന അമിത പ്രതീക്ഷ, തൂലുൽ അമൽ, നമ്മെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് നയിക്കുക. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മാ അതാല അബ്ദുൻ അൽ അമല ഇല്ലാ അസാ അൽ അമല, ഒരു അടിമയും ദുനിയാവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കുന്നില്ല അവന്റെ കർമ്മങ്ങൾ മോശമാവാതെ. ആർക്കെങ്കിലും ദുനിയാവിൽ പ്രതീക്ഷ കൂടിയാൽ, ദീർഘായുസ്സുണ്ട് എന്നുള്ള പ്രതീക്ഷ കൂടിയാൽ അവൻ നന്മകൾ ചെയ്യാൻ വൈകിക്കും, അവന് മടി ബാധിക്കും. അതുപോലെ തന്നെ തിന്മകളിൽ ശഹ്വത്തുകളിൽ സബർ കാണിക്കാൻ അവന് സാധിക്കുകയില്ല. എത്ര നിസ്സാരമാണ് സഹോദരങ്ങൾ ദുനിയാവ് എന്നുള്ളത്, എത്ര നിസ്സാരമാണ്. നാം എത്ര ആഗ്രഹിച്ചാലും എത്ര ഇഷ്ടപ്പെട്ടാലും ഒരു ദിവസം വരാനുണ്ട്. ഈ ദുനിയാവ് ഒന്ന് പുറന്തള്ളിയിരുന്നെങ്കിൽ, ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് പോയിരുന്നെങ്കിൽ നാം കൊതിക്കുന്ന ഒരു ദിവസമുണ്ട്, നമ്മുടെ മരണത്തിന്റെ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉപമയുണ്ട്. ദുനിയാവിനെ അല്ലാഹു തആല ഉപമിച്ചത് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നു. അതൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്ര നിസ്സാരമാണ് ദുനിയാവ് എന്നുള്ളത്. ഒരിക്കൽ ലഹാഖ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ലഹാഖ് മാ തുആമുക്, ലഹാഖ് നിന്റെ ഭക്ഷണം എന്താണ്? അപ്പൊ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ-ലഹ്മു വൽ-ലബൻ, എന്റെ ഭക്ഷണം മാംസവും പാലുമാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുമ്മ യസീറു ഇലാ മാദാ, പിന്നെ അതെന്താണാവുക? മാംസവും പാലും നീ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്താണാവുക? അപ്പൊ സഹാബി തിരിച്ചു പറഞ്ഞു, ഇലാ മാ ഖദ് അലിംത, റസൂൽ നിങ്ങൾക്ക് അറിയാലോ അതെന്താണ് ആവുക എന്ന ആ അവസ്ഥയിലാക്കാവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ തബാറക വതആല ضرب ما يخرج من ابن آدم مثلا للدنيا, ആദമിൽ നിന്ന് പുറന്തള്ളുന്ന വിസർജ്യത്തെ അല്ലാഹു തആല ദുനിയാവിനോട് ഇത് ഉപമയായിട്ട് പറയുന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ കൽബിൽ ദുനിയാവിനോടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരുത്തിന്റെ വയറിന് ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം പോലെയാണ്. അവൻ എത്ര അധികം അത് ഭക്ഷിക്കുന്നുവോ അത്രയധികം അവൻ പുറന്തള്ളേണ്ടി വരും. അത് പുറന്തള്ളാതെ വയറ്റിലിരിക്കുന്ന ഒരവസ്ഥയിൽ അവൻ കൊതിച്ചു പോകും ഇതൊന്ന് പോയിരുന്നെങ്കിൽ എന്ന്. അതുപോലെ തന്നെ മരണസമയത്ത് ദുനിയാവിനോടുള്ള ഹുബ്ബ് കൊണ്ട് കൽബ് നിറഞ്ഞവനാണെങ്കിൽ, ദുനിയാവിനുള്ള പ്രതീക്ഷ കൊണ്ട് കൽബ് നിറഞ്ഞവനാണെങ്കിൽ അതൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനു മുമ്പ് സഹോദരങ്ങളെ, ദുനിയാവിന് കണക്കാക്കേണ്ട വില മാത്രം നാം നൽകുക. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ദമസ്കസിലായിരുന്നു താമസം. അവിടെയുള്ള ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം ദമസ്കസിന്റെ മസ്ജിദിന്റെ മുകളിൽ കയറിക്കൊണ്ട് വിളിച്ചു, യാ അഹ്ല ദിമശ്ക്, ഏ ദമസ്കസുകാരെ, അലാ യസ്മഊന മിൻ അഖിൻ ലക്കും നാസിഹ്, നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന സഹോദരന്റെ വാക്ക് നിങ്ങൾ കേൾക്കില്ലേ? ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യജ്മഊന കസീറ,
നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി. വയബ്നൂന മശീദ, ഒരുപാട് കോട്ടകൾ കെട്ടിപ്പടുത്തു. വയമുലൂന ബഈദ, വിദൂരമായ പ്രതീക്ഷ ദുനിയാവിന്റെ മേലെ അവർ വെച്ചു. ഫഅസ്ബഹ ജംഉഹും ബൂറ, അവരൊരുക്കിയതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. വബുനിയാനുഹും ഖുബൂറ, അവർ കെട്ടിടങ്ങൾ കെട്ടിപ്പടുത്ത കോട്ടകൾ ഖബറുകളായി മാറിയിട്ടുണ്ട്. വഅമലുഹും ഉറൂറ, അവരുടെ പ്രതീക്ഷ വെറും വഞ്ചന മാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, ദുനിയാവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ഓരോ അലങ്കാരങ്ങളും ഒരുക്കിയിട്ടുള്ളത് ആരാണ് ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ആരാണ് ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. നാം ഈ ദുനിയാവിൽ അലങ്കാരമായി ഒരുക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസ, ഈ ദുനിയാവിന്റെ മേലെയുള്ളതെല്ലാം നാം നശിപ്പിച്ച് ഒരു മൊട്ട പ്രദേശമാക്കി മാറ്റുന്നതാണ്. നാളെ പരലോകമാകുമ്പോൾ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൊട്ട പ്രദേശമാക്കി മാറ്റും. സഹോദരങ്ങളെ, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ദുനിയാവിൽ നാം ജീവിച്ച കാലഘട്ടം ഒരല്പസമയം മാത്രമായിട്ടാണ് നമുക്ക് തോന്നുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. നാളെ പരലോകത്തെത്തുമ്പോൾ നാം ദുനിയാവിലെ ജീവിതം ചിന്തിക്കുക. ഒരല്പസമയം, പ്രഭാതത്തിലോ വൈകുന്നേരത്തിലോ ഉള്ള അല്പസമയം ഒന്ന് ചിന്തിച്ചു നോക്കി. 30, 40, 50, 60 വർഷം ദുനിയാവിൽ നാം ജീവിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര നിസ്സാരമാണ് നമ്മുടെ ആയുസ്. പരലോകത്തെത്തിയാൽ എത്ര നിസ്സാരമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലുള്ള അമിത പ്രതീക്ഷ നാം ഒഴിവാക്കണം. ദുനിയാവിലുള്ള അമിത പ്രതീക്ഷ നാം ഒഴിവാക്കണം. നാം നമ്മുടെ മരണത്തിനൊരുങ്ങി പരലോകത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന, സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും പലപ്പോഴും ദുനിയാവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ദുനിയാവിന്റെ അലങ്കാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കുള്ള നോട്ടമാണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്കുള്ള നോട്ടമാണ്. ദുനിയാവിന്റെ ആസ്വാദനയിൽ മുഴുകുന്ന ആളുകളെ നാം നോക്കിക്കഴിഞ്ഞാൽ, അതിലേക്ക് കൂടുതൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിലും ദുനിയാവിനോടുള്ള പ്രതീക്ഷ വർദ്ധിക്കും, ദുനിയാവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള അവർക്ക് അവരുടെ ഇണകളിലേക്ക്, അവരുടെ അലങ്കാരങ്ങളിലേക്ക്, അവരിലേക്ക് നിന്റെ ദൃഷ്ടിയെ നീ പായിക്കരുത്. നാം നൽകിയിട്ടുള്ള ആ വിഭവങ്ങളിലേക്ക് നിന്റെ ദൃഷ്ടി നീ പായിക്കരുത്. ലിനഫ്തിനഹും ഫീ, അവർക്ക് നൽകിയിട്ടുള്ളത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ഫിത്നയിലാക്കാൻ വേണ്ടിയിട്ടാണ്. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുവിന്റെ അടുക്കലുള്ള റിസ്ഖ്, അല്ലാഹു നിനക്ക് നൽകുന്ന ഈമാൻ, അല്ലാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ്, നാളെ പരലോകത്തെ സ്വർഗം, അതാണ് ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ ആളുകളുടെ ആസ്വാദനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നാം അതിലേക്ക് നോക്കരുത്. അത് നമ്മുടെ ഖൽബിൽ ദുനിയാവിനോടുള്ള ആകർഷണം ഉണ്ടാക്കും, ദുനിയാവിനോടുള്ള താല്പര്യം വർദ്ധിക്കും, ദുനിയാവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. അത് വലിയ അപകടത്തിലേക്ക് നമ്മെ നയിക്കും. ദുനിയാവിനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൽപ്പം, ഒരു കൊതുകിന്റെ ചിറകോളം വില നൽകിയിരുന്നെങ്കിൽ ഈ കാഫിറുകൾക്ക് ഇത് പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ, ദുനിയാവെങ്ങാനും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകോളം വിലയുണ്ടായിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, ഒരു കാഫിർ ഈ ദുനിയാവിൽ വെച്ചൊരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വില നൽകാത്തൊരു കാര്യത്തിന് നാം നമ്മുടെ ഖൽബിൽ ഒരിക്കലും സ്ഥാനം നൽകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വില മാത്രമേ നാമും നൽകാൻ പാടുകയുള്ളൂ. ആ യാഥാർത്ഥ്യം മരണത്തിലെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ ആളുകൾ, കുഫാറുകൾ, അവർ ദുനിയാവ് ആസ്വദിക്കുന്നത് കണ്ട് നമ്മുടെ ഖൽബിൽ അതിനോട് താല്പര്യം ഉണ്ടാവരുത്, നാം അതിനെ ആഗ്രഹിച്ചു പോകരുത്. അല്ലാഹു തആല പറഞ്ഞു, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന
കഫറൂ ബിൽ ബിലാദ്, കുഫാറുകൾ ഈ നാട്ടിൽ ഈ ലോകത്ത് ആസ്വദിക്കുന്നത് കണ്ട് നീ നിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്, നീ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. മതാഉൻ ഖലീൽ, തുച്ഛമായ വിഭവമാണത്. ثم مأواهم جهنم, പിന്നീട് അവർക്കുള്ള സ്ഥാനം നരകമാണ്. വബിഅ്സൽ മിഹാദ്, എത്ര മോശപ്പെട്ട സ്ഥാനമാണത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലാകിനിൽ ലദീന ഇത്തഖൗ റബ്ബഹും ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് ചാർഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗമുണ്ട്. ഖാലിദീന ഫീഹാ നുസുലൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള സൽക്കാരം, മരണമില്ലാത്ത ജീവിതമാണ് അവിടെ. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, പുണ്യം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ മുന്നിടുക, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഹറാമുകൾ ഒഴിവാക്കുക, കുഫാറുകളുടെയും ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ആസ്വദിക്കുന്നവരിലേക്കും നോക്കാതിരിക്കുക, അവരുടെ ആസ്വാദനങ്ങളെ നാം നോക്കി ആസ്വദിക്കാതിരിക്കുക, ദുനിയാവിന്റെ വില മനസ്സിലാക്കുക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന്റെ സന്താനങ്ങളാകുന്ന, പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുന്ന അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.